Hi everyone. Agricultural income. The treatment of agricultural income, that is the area we are going to discuss in this class. First of all, we know that agricultural income, that is totally exempted from tax under section 10(1) of the Income Tax Act. But even though it is exempted, it is taken into account for some limited purpose of determining the rate of income tax in certain class of assessees. The agricultural income നമുക്കറിയാം, that is totally exempted in India. The agricultural income from India, that is fully exempted, not taxable. ഏത് സെക്ഷൻ പ്രകാരമാണ്? അണ്ടർ സെക്ഷൻ 10(1) പ്രകാരം. എന്നിരുന്നാലും ചില അസസീസിന്റെ കേസിൽ ഈ അഗ്രികൾച്ചറൽ ഇൻകം ഒരു ഇൻകം ടാക്സ് കാൽക്കുലേഷന് വേണ്ടി എടുക്കാറുണ്ട്. പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റഡ് ആണെങ്കിലും അതിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. ആ ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 2 subsection 1A of Income Tax Act defines agricultural income as follows. അപ്പോൾ അണ്ടർ സെക്ഷൻ 1A പ്രകാരം what is agricultural income? That means any rent or revenue derived from land that is situated in India and that is used for agricultural purpose. So that land must be used for agricultural purpose, and any land that is any rent or revenue that is derived from the land that it must be situated in India and that must be used for agricultural purpose. And the second one is any income derived from such land by agricultural operations or by any process which render the produce fit for the market by cultivator or receiver of rent in kind or by sale of such produce. അതുപോലെ തന്നെ ആ ലാൻഡിൽ നിന്ന് എന്തുണ്ടായിരിക്കണം, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എങ്ങനെയുള്ള ഇൻകം ആയിരിക്കണം? എന്തെങ്കിലും അഗ്രികൾച്ചറൽ ഓപ്പറേഷനിലൂടെ കിട്ടുന്ന ഇൻകം, അല്ലെങ്കിൽ ആ ലാൻഡിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നേരിട്ട് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്നതായിരിക്കണം. അതായത് വീണ്ടും പ്രോസസ് ചെയ്യുന്നതാവരുത്. ദാറ്റ് മസ്റ്റ് ബി ഫിറ്റ് ഫോർ ദി മാർക്കറ്റ് മീൻസ് അത് നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റം നേരിട്ട് മാർക്കറ്റിൽ ഫിറ്റ് ആയ ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ് ഒക്കെ. ആൻഡ് ബൈ സെയിൽസ് ഓഫ് സച്ച് പ്രൊഡ്യൂസ്, അങ്ങനെ ഉണ്ടാക്കുന്നത് സെയിൽ ചെയ്യുന്ന കിട്ടുന്ന ഇൻകം, ഇതെല്ലാം എന്തിലാണ് വരുന്നത്? അഗ്രികൾച്ചർ ഇൻകത്തിലാണ്. ആൻഡ് എനി ഇൻകം ഫ്രം ഫാം ഹൗസ്. സോ ഇത്രയാണ് ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് അഗ്രികൾച്ചറൽ പെർപ്പസിന് ഉപയോഗിക്കുന്ന ലാൻഡിൽ നിന്ന് കിട്ടുന്ന എന്ത് റെന്റ് റവന്യൂ, ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് നിന്ന് കിട്ടുന്ന ഇൻകംസ്, അതിൽ നിന്ന് എന്ത് സെയിൽ ചെയ്താലും കിട്ടുന്നത്, അതിൽ നിന്ന് നേരിട്ട് എന്ത് മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിലും കിട്ടുന്ന ഇൻകം, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇൻകം ഫ്രം ഫാം ഹൗസ്. ദീസ് ആർ ദ ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചറൽ ഇൻകം. And what are the different kinds of agricultural income? The same thing. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ആക്കി പറയണേ. Rent or revenue derived from agricultural land, and that must be in India. And income from agricultural operations, income from making the produce fit for the market, income from sale of such produce, and income from farmhouse, and any income derived from saplings ഓർ സീഡ്ലിംഗ്. സാപ്ലിങ്സ് പറഞ്ഞാൽ ചെറിയ തൈകളൊക്കെ, തൈ ഉണ്ടാക്കി വിൽക്കുകയൊക്കെ ചെയ്യില്ലേ, നഴ്സറി. അതുപോലെ വിത്തുകൾ സെയിൽ ചെയ്യുക, തൈ ഉണ്ടാക്കി വിൽക്കുക, അതെല്ലാം എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകത്തിലാണ് വരുന്നത്. അപ്പോൾ ദീസ് ആർ ദി ഐറ്റംസ് കം അണ്ടർ അഗ്രികൾച്ചറൽ ഇൻകം. നെക്സ്റ്റ് വൺ ഈസ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം. Sometimes income may consist of both the element of agriculture and business. ചില കേസിൽ ഇൻകത്തിൽ എന്ത് വരാം? അഗ്രികൾച്ചറൽ ഇൻകം ഇൻക്ലൂഡ് ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ ബിസിനസ് ഇൻകം കൂടി വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടീ മാനുഫാക്ചറിങ് ഫാക്ടറി, ഒരു ടീ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. അവരവിടെ ഉപയോഗിക്കുന്ന, ഫോർ എക്സാമ്പിൾ അവിടെ ഉപയോഗിക്കുന്നത് തേയില. ആ തേയില അവർ തന്നെ എന്ത് ചെയ്യാണ്? കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയായിരിക്കും. അവർക്ക് തന്നെ സ്വന്തമായിട്ട് അതിനുള്ള പ്ലേസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ കൾട്ടിവേറ്റ് ചെയ്ത തേയില ഉപയോഗിച്ചുകൊണ്ട് അവർ ടീ ആക്കി അതിനെ പ്രൊഡ്യൂസ് ചെയ്ത് പ്രോഡക്റ്റ് ആക്കി മാർക്കറ്റിൽ എത്തിക്കുന്നു. അവിടെ എന്തുണ്ട്? അവിടെ അഗ്രികൾച്ചർ ഉണ്ട്. കാരണം അവരവിടെ തേയില ഉണ്ടാക്കുന്നു. പിന്നീട് ആ തേയില അവർ ടീ പ്രോഡക്റ്റ് ആക്കിയിട്ട് മാർക്കറ്റിൽ എത്തിക്കുന്നു. അവിടെ എന്തായി മാറി? ബിസിനസ് ആയി മാറി. സോ ദാറ്റ് മേ കണ്ടെയ്ൻ ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് ബിസിനസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം വരുന്നത്. ഇനി നോക്കൂ ഓരോന്നായിട്ട്. നമുക്ക് ഫസ്റ്റ് വൺ ഈസ് ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ. അങ്ങനത്തെ കേസിലാണെങ്കിൽ 60% ഓഫ് ദി ഇൻകം ഡീംഡ് ടു ബി അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് 40% ഈസ് ബിസിനസ് ഇൻകം. അപ്പോൾ ഫോർ
tax purpose, we considered 60% of the income from sale of that product. But ഈ മാർക്കറ്റിലെത്തി സെയിൽ ചെയ്തിട്ട് അതിന് കിട്ടുന്ന ഇൻകത്തിൽ 60% that it is deemed to be agriculture income and 40% is business income. And in the case of income from growing and manufacturing centrifuged latex, ഇത് റബ്ബറിൻ്റെ കേസിലാണെങ്കിൽ 65% ഓഫ് ദി ഇൻകം ഈസ് ഡീംഡ് ടു ബി അഗ്രികൾച്ചർ ആൻഡ് 35% ഈസ് ബിസിനസ് ഇൻകം. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഓർമ്മ വേണം. ഇൻ ദ കേസ് ഓഫ് ടീ 60% ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചർ ആൻഡ് 40% ബിസിനസ് ഇൻകം. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ലാറ്റെക്സ് 65% deemed to be agriculture and 35% is business income. And next one is income from growing and manufacturing coffee. In the case of coffee, 75% is deemed to be agricultural income and 25% business income. And in the case of income from coffee, grown and roasted and grounded, either roast ചെയ്ത് അങ്ങനെയുള്ള കോഫി ആണെങ്കിൽ 60% agricultural income and 40% business income. അപ്പോൾ സാധാ കോഫി ആണെങ്കിൽ 75% ഈസ് അഗ്രികൾച്ചർ ആൻഡ് 25% ബിസിനസ് ഇൻകം. ആ കോഫി ഒന്നും കൂടി പ്രോസസ്സ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ 60% അഗ്രികൾച്ചർ ആൻഡ് 40% ബിസിനസ് ഇൻകം. ആൻഡ് ഇൻ ദ കേസ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ഓഫ് ഷുഗർ കെയിൻ, കോട്ടൺ, ടൊബാക്കോ. ഇൻ ദ കേസ് ഓഫ് ദീസ് ഐറ്റംസ് ഷുഗർ കെയിൻ, കോട്ടൺ, ടൊബാക്കോ, ഈ കേസിൽ in this case agricultural income is equal to the average market value of sugarcane cultivated in the farm minus the cost of cultivation. ഇവിടെ agricultural income കാണാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ that is equal to the average market value of the sugarcane cultivated in the farm. അപ്പോൾ ഫാമിൽ ഉണ്ടാക്കിയ ഷുഗർ കെയിൻ്റെ ആവറേജ് മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കുക. അതായത് മാർക്കറ്റിൽ നിന്ന് ആ ഷുഗർ കെയിൻ വാങ്ങിക്കുകയാണെങ്കിൽ എത്ര വില വരുമായിരുന്നു, അതിൽ നിന്നും കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ എത്ര രൂപ കൾട്ടിവേഷന് ചിലവായി അത് മൈനസ് ചെയ്യുമ്പോഴാണ് വി ഗെറ്റ് ദ അഗ്രികൾച്ചറൽ ഇൻകം. ആൻഡ് ടു കാൽക്കുലേറ്റ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് അഗ്രികൾച്ചറൽ ഇൻകം. ആ ഷുഗർ മാർക്കറ്റിൽ സെയിൽ ചെയ്ത് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നും ഈ കിട്ടിയ അഗ്രികൾച്ചറൽ ഇൻകം ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഓർ ബിസിനസ് ഇൻകം കിട്ടും. അപ്പോൾ ഇത്രയാണ് പാർട്ടിലി അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ താങ്ക് യു. ഇതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.